നമസ്കാരം. പ്രധാന വാർത്തകൾ. ആര് പറഞ്ഞു നിർത്തുമെന്ന്? രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി ഇനിയും വീഡിയോ ചെയ്യും. പൗടിക്കോണത്തെ വീട്ടിൽ നിന്നും ലാപ്ടോപ്പ് എടുക്കുന്നതിനായി രാഹുൽ ഈശ്വറിനെ എത്തിച്ചപ്പോഴായിരുന്നു പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതി നൽകിയ സ്ത്രീക്കെതിരെ സൈബർ അധിക്ഷേപം നടത്തിയ കുറ്റത്തിലാണ് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. രാഹുലിനൊപ്പം കേസിൽ പ്രതി ചേർക്കപ്പെട്ട സന്ദീപ് വാര്യർ, രജിത പുളിക്കൽ, ദീപ ജോസഫ് എന്നിവർക്കെതിരെയും നടപടിയുണ്ടാകും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് വീണ്ടും ബോംബ് ഭീഷണി സന്ദേശം. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ മെയിലിലേക്കാണ് ബോംബ് ഭീഷണി സന്ദേശം എത്തിയത്. പാളയം സ്പെൻസർ ജംഗ്ഷനിലുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്ക് ശാഖയിലും ബോംബ് ഭീഷണി സന്ദേശം എത്തിയിട്ടുണ്ട്. സന്ദേശത്തെ തുടർന്ന് പാളയത്തെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലും ക്ലിഫ് ഹൌസിലും പരിശോധന നടത്തുകയാണ് പോലീസ്. ക്ലിഫ് ഹൌസിലേക്ക് രണ്ടാമത്തെ തവണയാണ് ബോംബ് ഭീഷണി സന്ദേശം എത്തുന്നത്. ബോംബ് സ്ക്വാഡ് അടക്കം ക്ലിഫ് ഹൌസിലെത്തി പരിശോധന നടത്തുന്നുണ്ട്. മലയാളി വിദ്യാർത്ഥി രാജസ്ഥാനിലെ കോളേജ് ഹോസ്റ്റലിൽ തൂങ്ങിമരിച്ച നിലയിൽ. കണ്ണൂർ ചക്കരക്കൽ സ്വദേശി കാവിൻമൂല മിഡാവിലോട് പാർവതി നിവാസിൽ പൂജയാണ് മരിച്ചത്. 23 വയസ്സായിരുന്നു. രാജസ്ഥാൻ ശ്രീ ഗംഗാനഗർ സർക്കാർ വെറ്റിനറി കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു പൂജ. നവംബർ 28 രാത്രിയാണ് കോളേജ് ഹോസ്റ്റലിൽ വെച്ച വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതെന്നാണ് ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം. നാട്ടിലെത്തിച്ച മൃതദേഹം തിങ്കളാഴ്ച പയ്യാമ്പലത്ത് സംസ്കരിച്ചു. പോക്സോ അതിജീവതയുടെ പേര് വെളിപ്പെടുത്തിയ സംഭവം. കേസ് റദ്ദാക്കി സുപ്രീം കോടതി. കടക്കാവൂർ പോക്സോ കേസിലെ അതിജീവതയുടെ പേര് വീഡിയോയിൽ വെളിപ്പെടുത്തിയതിൽ സൂരജ് പാലക്കാടിനെതിരെയുള്ള കേസ് സുപ്രീം കോടതി റദ്ദാക്കി. വീണ്ടും ഇക്കാര്യങ്ങൾ ആവർത്തിച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്ന താക്കീതോടെയാണ് സുപ്രീം കോടതി കേസ് റദ്ദാക്കിയത്. തിരുവനന്തപുരം സൈബർ പോലീസാണ് സൂരജ് പാലക്കാടിനെതിരെ കേസെടുത്തിരുന്നത്. ഇരയെ മനഃപൂർവ്വം നാണം കെടുത്താനല്ല ശ്രമിച്ചതെന്ന് കാണിച്ച് സൂരജ് പാലക്കാരൻ മാപ്പപേക്ഷ നൽകിയതോടെയാണ് നടപടി ഉണ്ടായത്. പോലീസ് സ്റ്റേഷനിലും വിചാരണ കോടതിയിലും മാപ്പപേക്ഷ നൽകണം. ഇത്തരം കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ചാൽ കേസിൽ നടപടികൾ തുടരുമെന്ന മുന്നറിയിപ്പോടുകൂടിയാണ് കോടതി കേസ് റദ്ദാക്കിയത്. മുൻകൂർ ജാമ്യം തേടി സന്ദീപ് വാര്യർ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതി ഉന്നയിച്ച യുവതിയെ അപമാനിച്ചെന്ന കേസിൽ മുൻകൂർ ജാമ്യം തേടി KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് അപേക്ഷ നൽകിയത്. കേസിൽ 4ാം പ്രതിയാണ് സന്ദീപ് വാര്യർ. പരാതിക്കാരിയായ യുവതിയുടെ വിവാഹ സമയത്തെടുത്ത ആശംസാ പോസ്റ്റ് കുത്തിപ്പൊക്കിയതാണെന്ന് സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞു. അതിജീവതയെ അപമാനിക്കുന്ന പ്രവൃത്തി ചെയ്തിട്ടില്ലെന്നും സന്ദീപ് വാര്യർ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട്. കേസിൽ സന്ദീപ് വാര്യരെ ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം നീക്കം നടത്തുന്നുവെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്.